നിങ്ങളുടെ മൊബൈൽ ഫോൺ തകരാറിലായാൽ നഷ്ടപരിഹാരം കിട്ടുമോ? മൊബൈൽ എന്നല്ല, നിങ്ങൾ വാങ്ങുന്ന ഏതൊരു സാധനത്തിനും തകരാറുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്നാണോ അത് വാങ്ങിയത് അവരോട് തന്നെ കാര്യം പറഞ്ഞ് ആ തകരാറ് പരിഹരിച്ച് തരാനോ സാധനം മാറ്റി തരാനോ ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടും നിങ്ങളുടെ ആവശ്യം അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? നിങ്ങൾ പരാതിയുമായി നേരിട്ട് നിങ്ങളുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ കമ്മീഷനെ സമീപിക്കുക. കമ്മീഷന്റെ മുമ്പാകെ പരാതി നൽകുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന നഷ്ടമെന്നും എന്താണ് നിങ്ങളുടെ ആവശ്യമെന്നും എത്ര നഷ്ടപരിഹാരമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും പരാതിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്തുക. നിർബന്ധമായും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബില്ല് പരാതിയോടൊപ്പം സമർപ്പിച്ചിരിക്കണം. ബില്ല് മാത്രം പോരാ, വാറണ്ടി കാർഡും അതേപോലെ തന്നെ സർവീസ് സെൻ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജോബ് കാർഡുമൊക്കെ ഈ പരാതിയുടെ കൂട്ടത്തിൽ ഡോക്യുമെൻ്റായി വെച്ചുകൊണ്ടാണ് നിങ്ങൾ പരാതി സമർപ്പിക്കേണ്ടത്. പരാതി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പരാതിയിൽ എതിർകക്ഷികളായി നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്നാണോ സാധനം വാങ്ങിയത് അവരെയും, നിങ്ങളുടെ പ്രോഡക്റ്റ് ഏത് കമ്പനിയുടേതാണ് ആ കമ്പനിയെയും, അതേപോലെ തന്നെ നിങ്ങൾ സമീപിച്ചത് ഏത് സർവീസ് സെൻ്ററിനെയാണ് അവരെയും കൂടി എതിർകക്ഷിയാക്കിയിട്ടാണ് പരാതി നൽകേണ്ടത്. നിങ്ങളുടെ പരാതിയും നിങ്ങളുടെ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം കോടതി ഉചിതമായ നടപടി സ്വീകരിക്കുകയും നിങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരാതി നിങ്ങൾക്ക് നേരിട്ട് കൊടുത്ത് നേരിട്ട് തന്നെ കേസ് നടത്താം. നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ കൺസ്യൂമർ കമ്മീഷന്റെ മുമ്പാകെ ഒരു വക്കീലിനെ നിയമിച്ച് നിങ്ങൾക്ക് കേസ് നടത്തുകയും ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക.